വിഷമിച്ചിട്ട് എന്തിനാ? മാനേജറിനോട് കാര്യം പറഞ്ഞ പോരെ? അയാൾ ചൂടാവും, എന്റെ പ്രൊമോഷനൊക്കെ ബാധിക്കും. അല്ലെങ്കിൽ ഒരു മാസമായിട്ട് ഒരു പോളിസി വരെ എടുപ്പിക്കാത്ത നിന്നെ പിടിച്ച അവിടുത്തെ ജനറൽ മാനേജർ ആക്കും. നിനക്ക് എങ്ങനെ എത്ര പോളിസി കിട്ടണേ? എന്തായാലും ട്രിക്ക് ട്രേഡ് സീക്രട്ട് ആണ് മോളെ. ഒന്ന് പറഞ്ഞോടി, ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. നിന്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയൊരു സാധനം എന്റെ കയ്യിലുണ്ട്. കയ്യിലാ? കയ്യിലല്ല, വായില്. എടി മന്ദബുദ്ധി നാവ്. നാക്കിൽ നീളമുള്ള പെണ്ണെന്നൊക്കെ പലരും പറയും. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദി അരിത്മെറ്റിക് സൊസൈറ്റി ആൻഡ് ദി ഫ്രീക്കിംഗ് കൾച്ചറൽ ബിഹേവിയർ. നീ എന്തി പറയണേ? എടി പോത്തെ, ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് ദിസ് നാട്ടുകാർ തെണ്ടികളെന്ന്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് പൊട്ട ഇംഗ്ലീഷും തിരക്കില്ലാത്ത സൗന്ദര്യം ഉണ്ടെങ്കിൽ അങ്കിൾമാരൊക്കെ വളയും. അപ്പൊ അങ്കിളുമാരാണോ നിന്റെ കസ്റ്റമേഴ്സ്? ഇൻസൾട്ട് ചെയ്യല്ലേ? ദേ ആർ മൈ ന്യൂ ഫ്രണ്ട്സ് യാർ. ഞാൻ എന്താ ചെയ്യണ്ടോന്ന് പറ. നീ ഇപ്പോ അതെ, ദേ നിക്കണ രണ്ട് പയ്യന്മാരെ കണ്ട? എവിടെ? പെട്ടെന്ന് നോക്കല്ലേ ദേവര്. കണ്ടോ? ഐഫോണ്, കൂളിംഗ് ഗ്ലാസ്, ബുള്ളറ്റ്. ആഹാ, എന്താ ചിരി. അവരാണ് നിന്റെ ഇന്നത്തെ തരാ. ചെല്ല്. ഞാൻ എന്താ പറയാ? വായി തോന്നിയത് പറ. ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. സാറുമാരുടെ തന്നെയാ. നമ്മള് പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. താനാ മീനാക്ഷിയുടെ പെങ്ങളല്ലേ ഇവിടെയുള്ള? ഇൻസ്റ്റാഗ്രാം ഐഡി എന്തായിരുന്നു? അല്ല, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. അല്ലേ? പിന്നെ ഞാനൊരു ഇൻഷുറൻസ് ഏജൻസിന്ന് വരിക. അപ്പൊ നിങ്ങളൊരു പോളിസി എടുക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട്. അല്ലല്ല, അതൊക്കെ ആൾക്കാർ ചുമ്മാ പറയുന്നയാ. നിങ്ങളെ പോലുള്ള യുവാക്കൾക്ക് അപ്പൊ പോളിസി ആവശ്യം. എന്താ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് പോളിസി ആവശ്യമില്ല? ആവശ്യമുണ്ട്, പക്ഷെ ഇത് എങ്ങനെ പറയാ? ഞാൻ ഒരു ഡെമോ കാണിക്കട്ടെ. ഒന്ന് വീണ് കിടക്കോ? ആക്സിഡന്റ് ആയ പോലെ വീണ് കിടന്നാ മതി. ഇനി സാർ നടന്നു വരുന്നതാണെങ്കിലും സാറിന്റെ കൂട്ടാൻ ആക്സിഡന്റ് ആയെന്ന് പറ. ധാരാളം വരുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എടാ, എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നോ. ഹലോ, കണ്ടില്ലേ? ഇനി ഞാൻ വേറെ ട്രിക്ക് കാണിക്കട്ടെ. ഇനി ഞാൻ ട്രെയിൻ അതൊന്നല്ല, ഒന്ന് പിടിച്ചേ. ഇനി ഞാൻ ഇവിടെ കിടക്കാം. ഇനി വരുന്ന ആളോട് ചേട്ടൻ്റെ പെങ്ങൾക്ക് ആക്സിഡന്റ് ആയെന്ന് പറയണം. അത് കൊള്ളാം. ഓരോ പുതിയ പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. പോവാം. ഞാൻ തന്നെ പറഞ്ഞല്ലേ? ഇല്ല, പറഞ്ഞിട്ട് ചേട്ടാ, എന്റെ ലവറിന് ആക്സിഡന്റ്. ഒന്ന് വേട്ടാ, ഒന്ന് രക്ഷിക്കട്ടാ പ്ലീസ്. വേമ ചേട്ടാ. ഇതെന്നാ സംഭവിച്ചത്? ബ്ലഡ് ഒന്നും വേണ്ട, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു പാവം പെങ്കൊച്ചിനെ നോക്കാൻ പറ്റാത്ത നീക്കാണോ പ്രേമിക്കാൻ നടക്കണേ? മോളെ മരുന്നല്ലോ മേടിക്കണം. വേണ്ടട്ടോ. വെള്ളമല്ലോ? വേണ്ട, കുഴപ്പമില്ല. ജ്യൂസ് മേടിച്ചാലോ? ഒന്നും കുഴപ്പമില്ല, വേണ്ട. ഇല്ല. എന്താണ്? ഒന്ന് പോടാ. ഇതാണല്ലോ നിന്റെ ട്രിക്ക്. കണ്ടില്ലേ, നിങ്ങൾക്ക് ആ സേഫ്റ്റി കുറവ്. എന്തെങ്കിലുമൊക്കെ പറ്റി ആരെങ്കിലുമൊക്കെ വേണ്ടേ? ഞങ്ങളുടെ പോളിസി എടുത്താൽ ഞങ്ങളുണ്ടാവും കൂടെ. പിന്നെ ഞാൻ ഉണ്ടാവും. അങ്ങനെ രണ്ടെണ്ണം, എനിക്കും അമ്മയ്ക്കും. എന്നാ സാറിന് നമ്പർ തരുമോ? ഞാൻ നാളെ സാറിന്റെ വീട്ടിലേക്ക് വരാം. അല്ല, ഞാന് പെങ്ങളെന്നല്ലേ പറയാൻ പറഞ്ഞേ? അത് പിന്നെ ചെറിയ ഇന്റിമസിക്ക് വേണ്ടിട്ട്. പിന്നെ തന്റെ മുഖം കണ്ടപ്പോ ഇങ്ങനെ പറയാൻ തോന്നില്ല. എന്നിട്ട് കിട്ടിയോ എന്ത് ഇന്റിമസി? കിട്ടി. അപ്പൊ ശരി. എടാ, എന്റെ മനസ്സ് പറയുന്നു. എന്റെ പൊന്നളിയാ മതി. ഒരു വെങ്കച്ചിനെ കാണുമ്പോൾ എന്റെ മനസ്സിലെന്താണ് പറയണേ? IAS ഒന്നും വേണ്ട. നൻപണ്ട. എടാ, ഇത് അവളുടെ ഫയലല്ലേ? ഇതിപ്പോ കൊടുക്കണോ? നാളെ കൊടുത്താ പോരെ? മതിയില്ലേ? അയ്യോ, ഞാൻ ചേട്ടനാഴ്ച ലൊക്കേഷനിലെത്തി, പക്ഷെ ബാക്കി വഴി മനസ്സിലാവുന്നില്ല. ഒരു കപ്പേലയുടെ മുന്നില്ല. ശരി. ഫയല്? ഞാൻ ബാക്കി കയറില്ലേ? അല്ല, ഫയലോ? തിരക്ക് പിടിക്കലോ. ഫയലൊക്കെ വീട്ടിലുണ്ട്, താൻ കയറ്. കേറോ?
നോക്കുക പോരും. താൻ വായോ വാടോ. എനിക്ക് ഞാൻ ജ്യൂസ് എടുക്കാം. ഇരുന്നോ. കുടിക്കടോ. ആ എൻ്റെ ഫയൽ തരുമോ? ഞാൻ പൊക്കോട്ടെ. അമ്മ എന്നിട്ട് പോയാ പോരെ, പോളിസി എടുക്കണ്ടേ? വേണ്ട, ഫയൽ താ. ശരി. എടോ തൻ്റെ റൂമിലേക്കൊന്ന് വരുമോ? ആ അല്ല ഫയൽ എടുക്കാൻ. ഇല്ല, താൻ വെച്ചോ. ഏയ് പോവല്ലേ. മാറിക്കടോ. പറ്റില്ല. അയ്യോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി എന്തുവാടാ ഇത്? ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുട്ടി. ഹാപ്പി പോളിസി എടുക്കാൻ ബർത്ത്ഡേ. വിളിച്ചിരുത്തി. അമ്മയാണ് സത്യം. പിന്നെ തൻ്റെ ഫയൽ റെസ്യൂമിൽ ഇന്നാണ് ബർത്ത്ഡേ പറഞ്ഞപ്പോൾ അത് മാത്രമല്ല പെമ്പിളർക്ക് ഈ സർപ്രൈസ് ഒക്കെ ഇഷ്ടമാണ് തെണ്ടി പറഞ്ഞപ്പോൾ എഴുതണ്ടി. ഇതെണ്ടില്ലേ അങ്ങനെ പറ്റിപ്പോയതാ. കുട്ടി സർപ്രൈസ് ആവണ്ടാണ് ശരിക്കും. സംശയം ഉണ്ടെങ്കിൽ അമ്മോട് ചോദിച്ചു. അതേപോലെ ആരാണമ്മേ? മോള് പേടിക്കണ്ട കേട്ടോ, അവന്റെ ഒറിജിനൽ അമ്മ തന്നെയാ. ഞാനപ്പോ ഒന്ന് പേടിച്ചു പോയി. മോക്ക് പായസം ഇഷ്ടല്ലേ? ആ എൻ്റെ ഇഷ്ടം. പിന്നെ അവൻ ഇന്നലെ വന്നപ്പോ തൊട്ട് മോളുടെ കാര്യമായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഹലോ മോളെ. ആ എൻ്റെ ഞാൻ അപ്പത്തൊരു ഷോക്കില്ല. പിന്നെ കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായു പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. പിന്നെയല്ലേ മനുഷ്യര്. മോള് പേടിക്കണ്ട, കൂട്ടുകാർ തന്ന സർപ്രൈസ് അങ്ങ് പാളിപ്പോയി, അത്രേ ഉള്ളൂ. ആൻറ്റി എന്തോ പറയായിരുന്നല്ലോ. അല്ല, ഞാൻ പറയുമായിരുന്നേ, ഇന്നലെ വന്നപ്പോൾ മുതൽ അവൻ മോളുടെ കാര്യമായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. മോൾ അവൻ്റെ ചങ്കി കയറിയെന്നാ എനിക്ക് തോന്നുന്നു കേട്ടോ. മോളൊരു കാര്യം ചെയ്യും, അവനോട് എന്തെങ്കിലും മിണ്ടി പറഞ്ഞു നോക്ക്. എന്താ പറ്റണേന്ന് നമുക്ക് നോക്കാലോ. പിന്നൊരു കാര്യം, അവനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ വളർത്തിയതല്ലേ, മോശമാകുമൊന്നുമില്ല. നമ്മളെ ഇതെങ്ങനെയുണ്ട് നോക്കേടാ. ഞാൻ പോയിട്ട് വരാം. ശരി കേട്ടാ, ശരി. പോയിട്ട് വാ. എടാ പായസം മൊത്തം തരുന്നത് ആയിക്കോട്ടെ. ബൈ. എടോ സോറി കേട്ടോ. എന്താ? സോറി. പിന്നുണ്ടല്ലോ, ഇന്നെൻ്റെ ബർത്ത്ഡേ അല്ല. പിന്നെ അത് സ്കൂളിൽ മാറ്റിക്കൊടുത്തതാ. എൻ്റെ ബർത്ത്ഡേ April 15 കഴിഞ്ഞു. ബെസ്റ്റ്. അപ്പൊ അതും പാളിയല്ലേ? ഉം. വേറൊന്നുമില്ലല്ലോ. ഇല്ല. പോവാം. ആ. അമ്മ എന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞിരുന്നു. ആരോട്? ഇയാളോട്. അമ്മ എന്താ പറഞ്ഞു? അത് ഞാൻ ആലോചിച്ച് അമ്മയോട് പറയാന്ന് പറയണേ. എടാ അമ്മ എന്താ പറഞ്ഞേ?